നിർമ്മിത ഹ്രസ്വദൂര റാംജെറ്റ് സൂപ്പർസോണിക് മിസൈൽ ബ്രഹ്മോസിന്റെ ന്യൂ ജനറേഷൻ പതിപ്പിൽ താൽപര്യം പ്രകടിപ്പിച്ച് ബ്രസീലിയൻ സർക്കാരും. ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമായാണ് ബ്രഹ്മോസിന്റെ കരനാവിക വ്യോമ പതിപ്പുകൾ ഇന്ത്യൻ സായുധ സേനയുടെ വിവിധ ഘടകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും വിവിധ ബ്രഹ്മോസ് വെർഷനുകളുടെ നൂതന പതിപ്പുകൾ ഇന്ത്യ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ബ്രഹ്മോസിന് പ്രിയമേറുവാൻ കാരണവും. ബ്രസീൽ, ചിലി, അർജന്റീന, വെനിസുല എന്നിവയുൾപ്പെടെയുള്ള തെക്കേ അമേരിക്കയിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾക്കായുള്ള താൽപര്യം വർദ്ധിച്ചു വരികയാണ്. നിലവിൽ ഇന്ത്യയും ബ്രസീലും തമ്മിൽ പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ആഗോള പകർച്ചവ്യാധി ഭീഷണി കാരണം ചർച്ചകൾ നിർത്തിവെച്ചതാണെന്ന് പ്രതിരോധ വൃത്തങ്ങളും വ്യക്തമാക്കി. ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങളുള്ള ന്യൂക്ലിയർ പവർ ജനറൽ പർപ്പസ് അറ്റാക്ക് അന്തർവാഹിനി NSN നിർമ്മിക്കുകയാണ് ബ്രസീൽ. കൂടാതെ നിലവിലുള്ള അന്തർവാഹിനികളുടെ എണ്ണം നവീകരിക്കാനും ബ്രസീൽ ഒരുങ്ങുന്നു. ഇത്തരം അന്തർവാഹിനികളിൽ ഘടിപ്പിക്കുവാനാണ് ബ്രഹ്മോസിന്റെ അനുയോജ്യമായ വെർഷന് വേണ്ടി ഇന്ത്യയെ ബ്രസീൽ സമീപിച്ചതും. ബ്രസീലിന്റെ നിലവിലുള്ള അന്തർവാഹിനികളുടെ ആക്രമണ പ്രവർത്തനശേഷി ബ്രഹ്മോസ് അടക്കം സംവിധാനങ്ങൾ ഘടിപ്പിക്കുന്നതോടെ വർദ്ധിക്കും. 2019 ബ്രസീൽ വ്യോമസേന വാങ്ങിയ സാബ് കമ്പനിയുടെ സ്വീഡിഷ് നിർമ്മിത ഗ്രിപ്പൻ ഫൈറ്റർ ജെറ്റുകൾ ഘടിപ്പിക്കുവാനും ബ്രസീൽ അനുയോജ്യമായി കണ്ടെത്തിയിരിക്കുന്നത് ബ്രഹ്മോസ് ഉപരിതല മിസൈലുകളെയാണ്. പുതിയ ഗ്രിപ്പൻ വിമാനത്തിന് അനുയോജ്യമായ തിരഞ്ഞെടുപ്പാകും ബ്രഹ്മോസ്. കാരണം മികച്ച ശ്രേണിയിലുള്ള വിശാലമായ യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകൾക്കാണ് പുതിയ ബ്രഹ്മോസ് NG സംവിധാനങ്ങൾ രൂപകൽപ്പന. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭമായാണ് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണം ആരംഭിച്ചതും. ഇതാകട്ടെ ഇപ്പോൾ $300 ദശലക്ഷം ബജറ്റിൽ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. ഇന്ത്യയിൽ നിരവധി പരീക്ഷണങ്ങൾക്കാണ് ബ്രഹ്മോസ് വിധേയമായത്. ഇന്ത്യൻ ആർമി, നേവി, വ്യോമസേന എന്നിവ വ്യത്യസ്ത കോൺഫിഗറേഷനുകളിൽ പരീക്ഷണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിലെ ഒരു വിലയേറിയ രത്നമാണ് ബ്രഹ്മോസ് മിസൈലുകൾ എന്നാണ് റഷ്യൻ പ്രതിരോധ ഏജൻസികളുടെയും വിലയിരുത്തൽ. 1.4 മുതൽ 1.6 ടൺ വരെയാണ് ബ്രഹ്മോസ് NGയുടെ ഭാരം. 6 മീറ്റർ നീളമുണ്ട്. ഇന്ത്യയിലെ 3 സേനകളുടെയും ആവശ്യകതകൾ ബ്രഹ്മോസ് NG നിറവേറ്റാൻ പ്രാപ്തമാണ്. ഇന്ത്യയാകട്ടെ ഏറ്റവും പുതിയ ബ്രഹ്മോസ് NG വെർഷൻ റഷ്യൻ MKI യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാനും പോവുകയാണ്. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.